ഈ ഷാരിസ് മുഹമ്മദിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്നത്. അതിൽ അദ്ദേഹം പൊക്കിപ്പിടിച്ച ഒരു ഒരു ഇതാണ്, ഒരു സ്ക്രീൻഷോട്ടാണ് അതിൻ്റെ. ഇതിലൊരു ആൽക്കമിസ്റ്റ് ഇത് കാണുന്നുണ്ടോ? ഇത് തന്നെയാണ് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റിൽ ആദ്യം ഇട്ടിരുന്ന പേര്. ഇത് അന്നത്തെ ആദ്യത്തെ ഡ്രാഫ്റ്റാണിത്, കൈകൊണ്ട് എഴുതിയാണ്. പിന്നെ ഞങ്ങൾ അന്ന് ജിബിൻ ഉണ്ടാക്കിയ ഒരു പോസ്റ്ററാണിത്. ഈ പോസ്റ്ററിൻ്റെ ഡേറ്റ് ഇതിൽ നോക്കിയാൽ കാണാം. ഇത് വാട്സപ്പിൽ അയച്ചു കൊടുത്തതാണ് 2021 ഫെബ്രുവരിയിൽ. അപ്പോൾ ഈ ഷാരിസ് ഇതിൽ പറയുന്നത് ഈ ഞാൻ ആദ്യം ഇട്ട പേര് ആൽക്കമിസ്റ്റ് എന്നായിരുന്നു, എന്നിട്ട് എന്തോ ആ കഥാപാത്രത്തിൻ്റെ പേരിലുണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് കണ്ടതോടുകൂടി ഞങ്ങൾ വിചാരിച്ചു ഇനി ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇതൊരു പിന്നീട് ഒരു ഖേദം തോന്നും നമുക്ക്. ഇപ്പോൾ ഇത്തരമൊരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി കുറേ ഞങ്ങൾ ശ്രമിച്ചതാണ്. കാരണം ഇത് ഈ സിനിമ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇപ്പോൾ ഒരുപാട് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം നിഷാദ് കോയ എന്ന് പറയുന്ന തിരക്കഥാകൃത്താണ് അതിൻ്റെ തിരക്കഥ എൻ്റേതാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. പിന്നീട് ഷാരിസ് മുഹമ്മദ് എന്ന വ്യക്തിയാണ്, തിരക്കഥാകൃത്താണ്, ജനഗണമനയൊക്കെ എഴുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റേതാ പേരിലാണ് ആ സിനിമ പുറത്തു വന്നിരിക്കുന്നത്. അതൊക്കെ അറിഞ്ഞപ്പോഴും ഞങ്ങൾക്കതിനു മുമ്പും ഈ കഥ ഞങ്ങളുടെ ഒരു തിരക്കഥ, ഞാൻ എഴുതിയ ഒരു തിരക്കഥയാണ്. 2020 മുതലാണ് ഞാനതിൻ്റെ വർക്ക് തുടങ്ങിയിരുന്നത്. അത് ഇത്തരത്തിൽ ഒരു പാകിസ്ഥാനിയും മലയാളിയും അബുദാബിയിൽ താമസിച്ചിരുന്നു, ഒന്നിച്ച് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഹിൻ്റ് എനിക്ക് കിട്ടിയനുസരിച്ച് ഞാനും അന്നത് സംവിധാനം ചെയ്യാൻ വേണ്ടി രണ്ടാമത് തീരുമാനിച്ചിരുന്ന ജിബിനും കൂടി അബുദാബിയിൽ ഒരു ദ്വീപിൽ പോയിരുന്നു. വളരെ മനോഹരമായ ഒരു ദ്വീപായിരുന്നു അത്. പക്ഷെ അവിടെ കുറച്ച് മലയാളികളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റും ഒരു ഗ്രോസറിയും നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരുപാട് മലയാളികളുണ്ട് ജോലി ചെയ്യുന്നത്, പക്ഷേ അങ്ങനെ രണ്ടുപേരും ഇവിടെ ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ആ സ്ഥലവും ആ ഒരു ആശയവും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുണ്ടാക്കിയൊരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലാണ്ട് നടന്ന സംഭവം യാതൊന്നും അതിലില്ല. ശരിക്കും ഭാവനയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയൊരു കഥയാണിത്. ആ കഥ നാട്ടിൽ ഉള്ള ഒരു തിരക്കഥാകൃത്ത് നിസാം റാവുത്തർ, അടുത്തിടെ അദ്ദേഹം മരിച്ചുപോയി. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥയായിരുന്നു. ആ സിനിമ പുറത്തിറങ്ങുന്നതിന് 2 ദിവസം മുമ്പ് അദ്ദേഹം അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചിഴക്കുന്ന വേണ്ട എന്ന് വിചാരിച്ചിട്ടും കൂടിയായിരുന്നു ഇത്ര സമയം ഞങ്ങളിത് ഇങ്ങനെയുള്ളൊരു ഇതിൽ മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹം ഇത് ഭയങ്കരമായി ഇഷ്ടപ്പെടുകയും അദ്ദേഹം അത് സംവിധാനം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. പിന്നെ അവസാനം അതിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് ഞാൻ അദ്ദേഹത്തിന് കൈമാറുന്നത് 2021 മാർച്ച് 28-നാണ്. അതിനു മുമ്പ് ഒരു ഓൺലൈൻ അതിൻ്റെ തയ്യാറാക്കിയിട്ട് 2021 ഫെബ്രുവരിയിൽ ഞാൻ നിസാമിന് നൽകിയിരുന്നു. പിന്നീട് ഫസ്റ്റ് ഡ്രാഫ്റ്റ് പിറ്റത്തെ മാസം തന്നെ കൊടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് നിസാം അതുമായി മുന്നോട്ട് പോവുമായിരുന്നു. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നിസാം അവിടുത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹം ഹെൽത്തിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് ജോലിയും മറ്റും കുറച്ച് കാര്യങ്ങൾ എന്താ കൊണ്ടായിരിക്കാം എന്നോട് പറഞ്ഞു, പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല, വേറെ ആരെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജിബിൻ ജോസ് ഇവിടെ കുറേ വർഷങ്ങളായി. 2019 സ്റ്റേറ്റ് മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള സംസ്ഥാന അവാർഡിൻ്റെ ക്യാമറാമാനാണ്. അവിടെ നാട്ടിൽ സിനിമയിലൊക്കെ ക്യാമറമാനായിട്ട്, അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ടൊക്കെ ജോലി ചെയ്ത ആളാണ്. പ്രത്യേകിച്ച് ലാൽ ജോസിൻ്റെയൊക്കെ സിനിമയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ജിബിൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ജിബിന് ഞാനാണല്ലോ ആദ്യം പോയത്. അപ്പോൾ ജിബിന് വളരെ താല്പര്യമായിരുന്നു അത്. അങ്ങനെ അത് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ആദ്യമായിട്ട് ഇതേക്കുറിച്ച് ഇങ്ങനെയുള്ളൊരു സമാനമായൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലായത് ഒരു വർഷത്തിന് ശേഷം 2022-ലാണ്. ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ചർച്ച ചെയ്തു. സ്ക്രിപ്റ്റൊക്കെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തു. കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ കൂടുതൽ കൊണ്ടുവന്നു. ശരിക്കും ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള നല്ലൊരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റ് എന്ന നിലക്ക് ഗേൾസ് എഡ്യൂക്കേഷൻ, വിമൻസ് എംപവർമെൻറ്റ്, അങ്ങനെ 2 വിഷയത്തിൽ ഊന്നിയിട്ടാണ് ഞങ്ങളത് മുന്നോട്ട് പോയത്.
മലയാളിക്കാണെങ്കിൽ പെൺമക്കളെ പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരു താല്പര്യം, പാകിസ്ഥാനിക്കാണെങ്കിൽ ഇതിനോട് നേരെ എതിരായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ക്ലാഷിലാണ് കഥ തുടങ്ങുന്നത്. പിന്നീട് അത് വേറെ തലത്തിലേക്കൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് മുന്നോട്ട് പോയിക്കൊണ്ടുപോവാണ്. ജിബിൻ ഇവിടെ മോമോയിൻ ദുബായിയുടെ ഷൂട്ട് സമയത്ത് അല്ലേ, സക്കറിയ സംവിധായകനൊക്കെ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ജിബിൻ അവിടെ അത്യാവശ്യം അവിടെ വർക്ക് ചെയ്യേണ്ടി വന്നു അതിൽ. അപ്പോൾ സക്കറിയയോട് ജിബിൻ ഈ ആശയം കൈമാറിയപ്പോഴാണ് സക്കറിയാണ് ആദ്യമായിട്ട് പറയുന്നത് ഇതേപോലുള്ള ഒരു കഥ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു എന്ന് പറഞ്ഞു. അതോടുകൂടി ജിബിൻ എന്നോട് അത് പറയുകയും ഞങ്ങൾക്കാകെ ഒരു നിരാശ വന്നു. എങ്കിലും ആശയം ഇപ്പോൾ എല്ലാവരും പറയും പോലെ ഇതിൽ പലരും ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ പറയും പോലെ ആശയം ആർക്കും ഉണ്ടാകുന്നൊരു ആശയം തന്നെയാണിത്. ഒരു പാകിസ്ഥാനിയും മലയാളിയും ഒന്നിച്ച് താമസിച്ചാൽ എന്തൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണത്. പ്രത്യേകിച്ച് ഇവിടെ ഗൾഫിലുള്ള നമുക്കൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ ജിബിനത് പക്ഷേ കുറച്ച് വേറെ ചില അത്യാവശ്യം കാരണം ജിബിനും കുറച്ച് സ്ലോ ആയി. പിന്നെ ജിബിനത് വേറൊരു ഞങ്ങളൊരു കഥ ആലോചിച്ചപ്പോൾ ജിബിൻ പറഞ്ഞു അത് നമുക്ക് തൽക്കാലം ഡ്രോപ്പ് ചെയ്യാം, അത് ഏതായാലും അങ്ങനെ വരാൻ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ജിബിൻ ഞാനും വേറൊരു വിഷയമാണ് ഇപ്പോൾ ജിബിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് ഈ സനീഷ് നമ്പ്യാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, മാതൃഭൂമിയിലെ സനീഷ് സിനിമയിലേക്ക് പോകാൻ കാരണം തന്നെ മെയിൻ ഇത് ചെയ്യണമെന്ന് പറയുന്നൊരു ആഗ്രഹത്തിലായിരുന്നു. അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം നേരത്തെ ഒരു യാഥാർത്ഥ്യമായിട്ടായിട്ട് പറയാമെന്ന് പറയുന്ന ഒരു ഇതിലായിരുന്നു എല്ലാവരോടും. അപ്പോൾ സനീഷും ഞാനും ഇത് ഇങ്ങനെ സംസാരിച്ചു. സനീഷ് ഏതാണ്ട് അത് കുറേ മുന്നോട്ട് പോയി. ഞങ്ങൾ ഒരുപാട് അതിൽ മാറ്റം വരുത്തി വീണ്ടും. പിന്നീട് അത് സനീഷും വേണ്ടാന്ന് വെച്ചു. ഇങ്ങനെ ഇത് വരുന്നു എന്ന് തന്നെ ഉറപ്പായതോടുകൂടി ഇങ്ങനെ ഈ ആശയം വരുന്നത് കൂടിയാണ്. എന്താണ് അതിലുള്ളതെന്ന് നമുക്കറിയില്ല. അങ്ങനെ സനീഷും അത് ഉപേക്ഷിച്ചു, പിന്നെ ഞാനും ഉപേക്ഷിച്ചു. ഞങ്ങൾ വേറെ രീതിയിലായി. ആ സമയത്താണ് ഇപ്പോൾ ഈ സിനിമ റിലീസാവുന്നത്. സിനിമ റിലീസായിട്ട് പലരും കണ്ടിട്ട് കഥ അറിയാവുന്ന എൻ്റെ നാട്ടിലൊരു ഫ്രണ്ട് എന്നോട് ആദ്യം പറഞ്ഞു നമ്മുടെ കഥയുമായിട്ട് നല്ലൊരു സാമ്യത ഉണ്ട് ഇതിന്, പ്രത്യേകിച്ച് ഇൻ്റർവെല്ലിന് ശേഷം. അതാണ് ഇവിടെ നടക്കുന്ന സംഭവം. പിന്നെ ജിബിൻ കണ്ടു. ജിബിൻ കണ്ട ഉടനെ എന്നെ വിളിച്ചു. നമ്മളത് ഒരുപാട് സാധനങ്ങൾ അതിൽ കാണുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പിന്നെ ഇദ്ദേഹം ഫിറോസ് ഇതിൻ്റെ എനിക്ക് ഹിന്ദി ഡയലോഗ്സ് എഴുതാൻ വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ്. ഒരു പാകിസ്ഥാനിയായിട്ടുള്ള കൊലോക്കിയൽ ലാംഗ്വേജിനൊക്കെ വേണ്ടി സഹായം ചെയ്ത ആളാണ്. ഫിറോസും കണ്ടിട്ട് പറഞ്ഞു നമ്മുടെ ഒരുപാട് സംഭവങ്ങൾ അതിലുണ്ട്. അത് എന്തൊക്കെയാണെന്ന് മെയിൻ പറയുകയാണെങ്കിൽ ഈ സ്ത്രീ വിദ്യാഭ്യാസവും സ്ത്രീ ശാക്തീകരണവും ആ വിഷയം തന്നെയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യയിലെ ഒരു കോർ ആശയമായിട്ട് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അവസാനമൊക്കെ ഏതാണ്ട് അത് തന്നെയാണ്. പിന്നെ ഇന്ത്യ പാകിസ്ഥാനി തമ്മിൽ ഒന്നിച്ചിരുന്ന് ക്രിക്കറ്റ് കാണുന്നത് അത് സ്വാഭാവികമായിട്ട് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനത് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് പാകിസ്ഥാൻ തോൽക്കുമ്പോണ്ടാവുന്ന ഒരു പ്രഷറും അയാളുടെ ഒരു ഫ്രസ്ട്രേഷനൊക്കെയാണ് ഞാൻ അവതരിപ്പിച്ചത്. ഇതിൽ നേരെ വീട്ടിനകത്താക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ തിരക്കഥയിൽ ഒരു പ്രധാന ക്യാരക്ടർ പൂച്ചയായിരുന്നു. ഈ റെസ്റ്റോറൻറ്റുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു പൂച്ച ഇവരെ കൂടെ. അപ്പോൾ അത് ഇതിലുണ്ട്, പൂച്ചയുണ്ട്, സംഭവമുണ്ട്. പിന്നൊന്ന് ഈ പാകിസ്ഥാനി എപ്പോഴും മലയാളിയോട് ആദ്യം വല്ലാത്ത ദേഷ്യത്തിൽ തന്നെയാണ് പോകുന്നുള്ളത്. എൻ്റെ തിരക്കഥയിലും അത് തന്നെയാണ്, സിനിമയിലും അത് തന്നെയാണ്. പിന്നീട് അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആവുകയും പാകിസ്ഥാനിയെ നാട്ടിലേക്ക് ഞാനും അയച്ചിട്ടുണ്ട്, ഇവരും അയച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല, അത് പോട്ടെ, ആശയം അങ്ങനെ ആയിക്കോട്ടെ. അവർക്കും ചിലപ്പോൾ അത് അവർ തന്നെ എഴുതിയതായിരിക്കാം, അത് അങ്ങനെ വിശ്വസിച്ച് വീണ്ടും പോകുമ്പോഴാണ് ഇന്നലെ ഈ ഷാരിസ് മുഹമ്മദിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്നത്. അതിൽ അദ്ദേഹം പൊക്കിപ്പിടിച്ച ഒരു ഇതാണ്, ഒരു സ്ക്രീൻഷോട്ടാണ് അതിൻ്റെ. ഇതിലൊരു ആൽക്കമിസ്റ്റ് ഇത് കാണുന്നുണ്ടോ? ഇത് തന്നെയാണ് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റിൽ ആദ്യം ഇട്ടിരുന്ന പേര്. ഇത് അന്നത്തെ ആദ്യത്തെ ഡ്രാഫ്റ്റാണിത്, കൈകൊണ്ട് എഴുതിയാണ്. പിന്നെ ഞങ്ങൾ അന്ന് ജിബിനുണ്ടാക്കിയ ഒരു പോസ്റ്ററാണിത്. ഈ പോസ്റ്ററിൻ്റെ ഡേറ്റ് ഇതിൽ നോക്കിയാൽ കാണാം. ഇത് വാട്സപ്പിൽ അയച്ചു കൊടുത്തതാണ് 2021 ഫെബ്രുവരിയിൽ. അപ്പോൾ ഈ ഷാരിസ് ഇതിൽ പറയുന്നത് ഈ ഞാൻ ആദ്യം ഇട്ട പേര് ആൽക്കമിസ്റ്റ് എന്നായിരുന്നു, എന്നിട്ട് എന്തോ ആ കഥാപാത്രത്തിൻ്റെ പേരിലുണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്.
അതോട് കണ്ടതോടുകൂടി ഞങ്ങൾ വിചാരിച്ചു ഇനി ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇതൊരു പിന്നീട് ഒരു ഖേദം തോന്നും നമുക്ക്. കാരണം നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഒരു വാർത്ത എഴുതുമ്പോൾ പോലും നമുക്കുണ്ടാകുന്ന ഒരു പ്രഷറും, അപ്പോൾ ഒരു സർഗസൃഷ്ടി എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ അതൊക്കെ ഒരുപാട് അനുഭവിച്ച് രാത്രി ഒരുപാട് ഞങ്ങൾ ഉറക്കൊഴിഞ്ഞു തമ്മിൽ സംസാരിച്ച് നമ്മുടെ ജോലി കഴിഞ്ഞുള്ള ബാക്കി കിട്ടുന്ന വിശ്രമവേളകൾ പലപ്പോഴും ഞാനിങ്ങനെയാണ് ഉപയോഗിക്കാറ്. മറ്റ് പലരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും വിളിച്ചാലും ഞാൻ പലതിനും പോകാറില്ല, എനിക്ക് പോകാൻ പറ്റാറില്ല. അതൊക്കെ കാരണം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ജനപ്രിയ ഒരു കല എന്ന നിലക്ക് സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യച്യുതി അല്ലെങ്കിൽ ഒരു നൈതികത ഇല്ലായ്മ, ഒരു എത്തിക്സ് ഇല്ലായ്മ ഒക്കെയാണ് ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലോകത്ത് മുഴുവനും. ഇതിനു മുമ്പും ഇതുപോലെ ആരോപണങ്ങളും ആശയചോരണവും തിരക്കഥാമോഷണവും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിപ്പോഴും ശക്തമായി തുടരുന്നു എന്നറിയുന്നതിലാണ് ഒരു വല്ലാത്തൊരു സങ്കടം തോന്നുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ തിരക്കഥ തന്നെയാണോ ഇവർ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ബാക്കിയുള്ളവരാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഇതൊക്കെ കേട്ടിട്ടും ഇത്രയും തെളിവുകൾ ഹാജരാക്കിയിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെയിലിലും പിന്നെ വാട്സപ്പിലുമുള്ള എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ നിസാം റാവുത്തറുമായിട്ട് ആദ്യം തുടങ്ങിയ ചാറ്റ് മുതൽ അവസാനം ഖത്തറിൽ നിന്ന് ഒരു പ്രജീദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു അന്ന് ഞാൻ ഈ തിരക്കഥ വായിച്ചു, എനിക്കത് ഭയങ്കര ഇഷ്ടമായി, ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അവിടെ മീഡിയയിൽ ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ജിബിൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ പിന്മാറിയിരുന്നു. അതറിഞ്ഞിട്ട് ഞാൻ നിസാമിന് അപ്പോൾ തന്നെ ഒരു മെസ്സേജ് അയച്ചു. എന്നെ ഇങ്ങനെ പ്രജീദ് എന്ന് പറയുന്ന ഒരാൾ ഖത്തറിൽ നിന്ന് വിളിച്ചിരുന്നു, നിങ്ങളതിനി വേറെ ആർക്കും കൈമാറണ്ട, അത് നമ്മുടെ സുഹൃത്ത് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ അന്ന് നിസാമിനെ അയച്ച അതിലൊക്കെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു നിങ്ങളെല്ലാവരും മുമ്പിൽ വരാൻ കാരണം. ഇതെല്ലാവരും ഒന്ന് അറിയിക്കണം എന്നത് കൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ ഇതിന് നീതിയോ നീതികേടോ കിട്ടുമോ എന്നോ അങ്ങനെയൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. പക്ഷേ ഇതെല്ലാവരും അറിയണം, ഇങ്ങനെയൊക്കെയാണ് നടന്നത്. നമ്മളിവിടെ പ്രത്യേകിച്ച് ഒരു പ്രവാസ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ഒരു മോഹങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിലും പലപ്പോഴും അത് അവിടെ എത്തിപ്പെടാൻ സാധിക്കാറില്ല. എങ്കിലും നമ്മളത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള ഒരു ദുരനുഭവം കൂടി ഉണ്ടായത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജിബിൻ പറയും. ഓക്കെ, 2020 നമ്മുടെ കോവിഡിൻ്റെ ആ ഒരു എൻഡ് ടൈമിലാണ് സാദിഖ ഈ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യൻ്റെ ഒരു 70% ഈ ഓൾമോസ്റ്റ് സെയിം ക്യാരക്ടറിൻ്റെ നെയിം, അതിൻ്റെ പ്ലോട്ടിൻ്റെ രീതി, സ്റ്റോറിൻ്റെ നരേഷൻ. അപ്പം അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, മുമ്പോട്ട് പോയി. കുറേ ലൊക്കേഷൻ റെക്കി, കാസ്റ്റിങ്, അതിൻ്റെ പ്രൊഡ്യൂസറെ മീറ്റിങ്. ഏകദേശം 2021 പകുതി വരെ ശക്തമായിട്ട് ഈ മൂവി വെരി സൂൺ ഇറങ്ങാമെന്നുള്ള രീതിയിലേക്ക് മുമ്പോട്ട് പോയി. അപ്പോൾ 21 ഒരു മിഡിൽ കുറച്ച് ഡയറക്ടേഴ്സും കുറച്ച് പ്രൊഡ്യൂസേഴ്സും കുറച്ച് റൈറ്റേഴ്സുമായിട്ട് ഈ സ്റ്റോറി ഡിസ്കസ് ചെയ്യുക, അതാണല്ലോ ഒരു നോർമൽ മെത്തേഡ്. അപ്പം ഡിസ്കസ് ചെയ്തു. അപ്പോൾ അന്ന് തന്നെ ഒരു ഇൻഡോ പാക്ക് എന്ന് പറഞ്ഞൊരു മൂവി, സംതിങ് സിമിലർ സ്റ്റോറി വരാൻ പോകുന്നുണ്ട്. ജോഷി സാറാണ് അത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സിമിലർ സ്റ്റോറി അത് കുറച്ചൊന്നും കൂടി പരിഗണിച്ചിട്ട് ചെയ്താൽ മതി എന്നാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഇത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അത് സത്യം കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് സിമിലർ ആയിട്ടുള്ളൊരു സ്റ്റോറി ഡെഫിനറ്റ്ലി. അത് ഓൾറെഡി മലയാളത്തിൽ അങ്ങനെ കുറേ സിനിമകൾ അബദ്ധം പോലെ സംഭവിച്ചിട്ടുണ്ട്, ഒരേ സ്റ്റോറി വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സ്റ്റോറി അത് ഒഴിവാക്കി. പിന്നീടാണ് ഇതൊരു ഈ മൂവി ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ സാദിഖയ്ക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, സംതിങ് വെരി സിമിലർ, ഇൻക്ലൂഡിങ് ക്യാരക്ടറിൻ്റെ പേര് വരെ വളരെ വളരെ മാച്ചിങ് ആണ്, ഭയങ്കര ഫിഷി ബ്രോ. പക്ഷെ എന്നാലും അതിനൊരു ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ഇൻ്റർവ്യൂസും ഇതിനെക്കുറിച്ചുള്ള വേറെ വാർത്തകളെല്ലാം കണ്ടപ്പം ഓൾറെഡി ഒരു കേസ് ഇങ്ങനെ ഒരു ഗോയിങ് ഓൺ ആണ്. അപ്പം ലോകത്തിന് വേറെ സൈഡിലിരുന്ന് ഇങ്ങനെ തന്നെ വേറൊരാൾ ചിന്തിച്ചൂടെ എന്നെല്ലാവരും ചോദിക്കും. ഓക്കെ, സത്യമാണ്, എല്ലാവർക്കും അങ്ങനെയൊക്കെ ഒരേപോലെ തന്നെ ചിന്തിക്കാം. പക്ഷേ ഇന്നലെ രാവിലെ മനോരമയിൽ വന്ന പോലെ തന്നെ ആ ആൽക്കമിസ്റ്റ് എന്നുള്ള ഒരു പേരും വെച്ചുകൊണ്ടുള്ള ആ ഒരു അതിൻ്റെ റൈറ്റർ അതിങ്ങനെ വെച്ച മുതൽ കൂടുതൽ ഒരു ഓൾമോസ്റ്റ് പേര് വരെ, ടൈറ്റിൽ വരെ സംതിങ് വെരി സിമിലർ. ഐ മീൻ അത് തന്നെ എന്നുള്ള ഇത് വന്നപ്പോഴാണ് സാദിഖ് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഇതൊന്ന് അഡ്രസ്സ് ചെയ്യപ്പെടാമെന്നുള്ളത്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു പുതിയ ഒരാൾ, ഒരു ഫിലിം മേക്കർ, അതല്ലെങ്കിൽ ഒരു റൈറ്റർ, അല്ലെങ്കിൽ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവാക്കളോ അല്ലെങ്കിൽ ഹൂവർ ഇറ്റ് ഈസ്, അവരുടെ ഒരു പ്രൊസീജിയറാണ് ഒരു സ്റ്റോറി ഉണ്ടാക്കുക.
അത് കഴിഞ്ഞ ശേഷം അതിനൊരു സ്ക്രിപ്റ്റാക്കി അതിനൊരു സ്റ്റോറി ഇതെല്ലാം ബോർഡെല്ലാം ഉണ്ടാക്കിയിട്ട് പല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ അടുത്ത് പോയി കാണും, കൺസൾട്ട് ചെയ്യും, പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോയി മീറ്റ് ചെയ്യും. കാരണം ഇതൊരു വലിയൊരു ടാസ്ക്കാണ്, പുതുമയുള്ള ഒരാൾക്ക് ഒരു സാധനം ഫൈനലി ഇറക്കുക എന്നുള്ള സാധനം. അപ്പം സിമിലർ വേ 2021 കാലഘട്ടങ്ങളിൽ ഇത് ഇഷ്ടം പോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല വ്യക്തികളുമായിട്ടും, ഇൻക്ലൂഡിങ് സാധിക്കേണ്ട സൈഡിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ, അല്ലാണ്ട് തന്നെ ഞാനായിട്ട് തന്നെ മീറ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ്, ഇവരുടെ അടുത്തൊക്കെ ഈ സാധനം ഡിസ്കസ്. അപ്പം ഇതിൻ്റെ ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കയ്യിലുള്ള സാധനം കൊടുത്തേ പറ്റൂ. അന്ന് മുതൽ നമുക്ക് ഇത് അൺസെക്യൂർ ആവുകയാണ്. ഇപ്പം ഒരു XYZ എന്നുള്ള ഒരാൾക്ക് ഇത് അയച്ചു കൊടുക്കുന്നു, നിങ്ങളിതൊന്ന് നോക്കണം, ഇതിൻ്റെ നമുക്കിത് ഈസി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പം ആ പുള്ളി വേറൊരാൾക്ക് ഇത് കൊടുക്കുക. അതെങ്ങനെ ഇത് ഈസിലി എന്ത് ചെയ്യും, ഇത് ചെറിയ ഇൻഡസ്ട്രിയിൽ ഇത് സ്പ്രെഡായിപ്പോവും. അപ്പോൾ അന്ന് മുതൽ നമ്മൾ അൺസെക്യൂർ ആവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു വർഷം കാണുമ്പോൾ ഇതേപോലെ തന്നെ ഒരു മൂവി തിയേറ്ററിൽ വരും, ഓൾമോസ്റ്റ് ആ ഒരു കാര്യം അതോടുകൂടി ക്ലോസ് ആവും. അപ്പം സാധിക്കേണ്ട ഈ സ്റ്റോറിയിലും ഈ ഒരു പ്രശ്നത്തിലും ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു. ഇപ്പം അവർ ഓൾറെഡി ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ വേറൊരാൾ ലോകത്തിൻ്റെ വേറൊരു കോർണറിൽ ഇരുന്ന് ചിന്തിച്ചു എന്ന് പറയുന്നതിൽ ഒബ്വിയസ്ലി അത് വെൽക്കമിങ് ആണ്, അത് നല്ലതാണ്, അങ്ങനെ തന്നെ ചിന്തിക്കും. പക്ഷേ ചാൻസസ് ആർ വെരി ഹൈ, ഒരു ഏകദേശം ഒരു 70% ഇതുമായിട്ട് മാച്ചായി വരുന്നു. അപ്പം നമ്മുടെ സ്ക്രിപ്റ്റും ഇതേപോലെ തന്നെ പലരുമായിട്ട് ഇത് സ്പ്രെഡ് ചെയ്തതാണ് ഇൻഡസ്ട്രിയിലുള്ള. അപ്പോൾ ഈ ഒരു അൺഎത്തിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിസം അല്ലായ്മ എന്ന് വെച്ചാൽ നമ്മളത് ഇപ്പം അടുത്ത് ചെയ്യാൻ പോകുന്ന മൂവീൻ്റെ സ്റ്റോറീസ് ആണെങ്കിലും സാധിക്കാൻ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഒരു 10-12 പേരോടെങ്കിലും മിനിമം ഡിസ്കസ്ഡ് ആണ്. അപ്പം ആ ഡിസ്കസ് ചെയ്ത ആ മൊമെൻറ്റ് മുതൽ എന്താവുകയാണ് അത് തീർന്നു. പിന്നെ എന്നാ പറയുക, ഹൂ കം ഫസ്റ്റ് എന്നുള്ള രീതിയിലേക്ക്. ഇപ്പം ആദ്യം അവരത് മൂവി ചെയ്തു, അത് അവർക്ക് ഈസിയാണ് അങ്ങനെ ഒരു പെട്ടെന്നൊരു മൂവി ആക്കിയെടുക്കാൻ. കാരണം ഇൻഡസ്ട്രിയിലുള്ള ഒരു ക്രിയേറ്റേഴ്സിന് ഒരു ലീഡ് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യം കിട്ടുവാണെങ്കിൽ അത് അവർക്ക് മൂവി ആക്കി എടുക്കാനുള്ള ആ ഒരു ടൈം ഭയങ്കര ക്യുക്കാണ്. പക്ഷേ ഒരു ഫ്രഷേഴ്സ് അല്ലെങ്കിൽ ഇതിനകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ജോബാണ്. വർഷങ്ങൾ ചിലപ്പോൾ അത് വെയിറ്റ് ചെയ്യും. ആ വർഷങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുണ്ടാവും ഇത് ഓൾറെഡി ഇസ് ഡൺ എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു അൺഎത്തിക്കലായിട്ടുള്ള എന്നുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അൺപ്രൊഫഷണലിസം എന്നുള്ള ഒരു സാധനം മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യത്തെ അങ്ങനെ മാറ്റപ്പെട്ടോ എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഞാൻ സാധിക്കായിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ പറയാൻ ഉദ്ദേശിച്ചത്. അത് സത്യം തന്നെയാണ്, ഇത് രജിസ്റ്റർ. പക്ഷേ ഒരു പുതിയ ഒരു വ്യക്തി ഒരു സിനിമയിലേക്ക് ചെല്ലുമ്പോൾ പുള്ളി ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് 4 പേരോട് കഥ പറയാന്നുള്ളത് അല്ല. അതിലുപരി ഇതിൻ്റെ ഞാൻ അറിഞ്ഞെടുത്ത് ഇപ്പം നമ്മളൊരു കഥ പെഫ്കയിലോ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യുമ്പോൾ അതൊരു ബാനറിലായിരിക്കണം, അത്ര ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ വേണമെന്നാണ് അറിഞ്ഞത്. പിന്നെ അതിനൊരു ഫീസും ഉണ്ട്. അങ്ങനെ മാത്രമേ അവർ അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിലൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിപ്പോൾ എന്തൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു ആപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു, അത് അറിയില്ലായിരുന്നു. ഫെഫ്ക രജിസ്ട്രേഷനും ഒരു പ്രൊഡക്ഷൻ ബാനർ വേണമല്ലോ. അതിപ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ നിസാം റാവുത്തറിനാണ് ഞാനിത് ആദ്യം കൈമാറിയത്. അദ്ദേഹം നേരത്തെ സക്രിയയുടെ ഗർഭിണികളുടെ തിരക്കഥാകൃത്തിൽ ഒരാളാണെന്ന് തോന്നുന്നു. പിന്നെ റേഡിയോ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്ത ആളാണ് അദ്ദേഹം. ഞാൻ പണ്ട് ഞങ്ങളവിടെ ഒരു ഹെൽത്തിൽ ജോലി ചെയ്യുമ്പോഴുള്ള പരിചയമാണ്. അപ്പോൾ നിസാമിനാണ് ഞാൻ ആദ്യം അയച്ചു കൊടുത്തത്. അപ്പോൾ നിസാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖത്തറിൽ നിന്നൊരു വ്യക്തി ഇത് വായിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ ഊഹിച്ചു അപ്പോൾ തന്നെ നിസാം പലർക്കും ഇത് കൈമാറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നിസാമിന് ഞാൻ അയച്ച ഒരു മെസ്സേജ് വാട്സപ്പിൽ ഉണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് പിന്നെ നിസാംജി സുഖമാണോ, പിന്നെ ഖത്തറിൽ നിന്നൊരു പ്രജീത് വിളിച്ചിരുന്നു, ഞങ്ങൾ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നുണ്ട്, കുറച്ച് തിരക്കിലായി പോകുന്നതാണ് കാരണം, പിന്നെ ഇനി ആർക്കും സ്ക്രിപ്റ്റ് കൈമാറരുതേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ആ വഴിയിൽ പോയതിരിക്കാനാണ് കൂടുതലും സാധ്യത. പിന്നെ അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ട്രാജഡി അതാണ് പോയത്. നിർഭാഗ്യവശാൽ മലയാളി ഫ്രം ഇന്ത്യയുടെ ഡയറക്ടറുടെ ഫ്രണ്ടാണിത്. ഇവൻ്റെ കൂടെ അല്ലേ ജോലി ചെയ്തത്? ഞാനത് പുള്ളിയായിട്ട് സംസാരിച്ചിരുന്നു, ഡയറക്ടറായിട്ട്.
അപ്പം ഒബ്വിയസ്ലി ഒരു അവരതൊരു മൂവി ഫൈനൽ ചെയ്ത് അതിന് കുറേ എഫേർട്ട് കിട്ടും. അത് തിയേറ്ററിൽ വന്ന് അത് റണ്ണിങ് ആണ്. ഹവർ ഇറ്റ് ഈസ് ഇതിൻ്റെ ആദ്യത്തെ ഒരു 1 വീക്കോളം ഒരു പ്രത്യേകിച്ച് ഒരു ഇതുമില്ല, എല്ലാവിധ ആശംസകളും. കൂടാണ്ട് തന്നെ സംതിങ് സിമിലർ ഞങ്ങളിവിടെ എഴുതിയിരുന്നു. ബട്ട് നിർഭാഗ്യവശാൽ നിങ്ങളാണ് ആദ്യം അത് ചെയ്തത്. അപ്പം അത് നോക്കേണ്ട ആവശ്യമില്ല. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഒരേ കോൺസെപ്റ്റ് ഒരേ രീതിയിൽ ചിന്തിക്കാൻ ആർക്കും പറ്റും എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഞാൻ അത് കൂടുതൽ അതിലേക്ക് പോയില്ല. പിന്നീട് അന്നും ഞാൻ ഈ പോസ്റ്ററൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. പക്ഷേ ഇന്നലെ മാത്രമാണ് സാദിക്ക ആ ഒരു ഫോട്ടോ എന്നെ കാണിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പേര് ഈ നമ്മുടെ ആൽക്കമിസ്റ്റ് എന്ന് തന്നെ ഒന്നാമെന്ന് കേട്ടപ്പം സംതിങ് വെരി വിയേർഡ്. ഓക്കെ, എഗെയിൻ അതും ലോകത്തിൻ്റെ വേറെ കോണിൽ നിന്ന് ഒരാൾക്ക് ഒരേപോലെ തന്നെ ചിന്തിക്കാം. ഞങ്ങളുടെ ഈ സ്ക്രിപ്റ്റിൻ്റെ 2021 പേര് ആൽക്കമിസ്റ്റ് തന്നെയാണ്. അതിന് ഒഫൻറ്റീവ് ആയിട്ടുള്ള ഒരു ആവശ്യമില്ല, കാരണം അവരങ്ങനെ പറയുന്നതിൽ അത് ഇതാണ്ട് ആവശ്യമില്ല. പക്ഷേ അതുകൊണ്ട് എനിക്ക് സാദിക്കയ്ക്ക് അത് 100% പറയാനും പറ്റില്ല. ഇത് ഇങ്ങനെ ഇത് തന്നെ ആയിരിക്കാം അത് എന്നുള്ളത്. പക്ഷേ ഒരു ഓൾമോസ്റ്റ് വെരി സിമിലർ തിങ്സ് ആർ വെരി സിമിലർ. അപ്പം അതൊന്ന് അഡ്രസ്സ് ചെയ്യാം എന്ന് മാത്രം. കണ്ടതാണ്. മാറ്റം വരുത്തുന്നുണ്ട്. മിക്കതിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതൊരു എന്താണെന്നറിയില്ല അങ്ങനെ അവർ ചെയ്തത്. ഇപ്പോൾ അതേപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിക്കറ്റ് കളി കാണുന്നത് ഞാൻ റെസ്റ്റോറൻറ്റിലായിരുന്നു. അവർ സ്ഥിരം രാവിലെ ചായ കുടിക്കാൻ പോകുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് മലയാളിയുടെ. അവിടെ എപ്പോഴും TV ഓണായിരിക്കും. അവിടെ നിന്നാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് അതിൻ്റെ അവസാനം. പാകിസ്ഥാൻ തോക്കാറാകുമ്പോൾ അവിടെയുള്ള ബാക്കി എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഇയാൾക്ക് ടെൻഷൻ അടിച്ച് ഇയാൾ ദേഷ്യപ്പെട്ടിട്ട് പുറത്തു പോകുന്നതാണ്. ഇതിൽ അതുപോലെ തന്നെ വീട്ടിനകത്താണ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ സമാനതകൾ കുറേയൊക്കെ. ഇതിപ്പോൾ ശതമാനം അറിയില്ല. ഇൻ്റർവെല്ലിന് ശേഷം ഉള്ള ഭാഗമാണ് നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലുള്ള ആദ്യത്തെ ഭാഗം ഞങ്ങൾ എഴുതിയതല്ല. കാരണം അങ്ങനെ ഒരു നാട്ടിലൊരു സംഭവമായിട്ട് ഇവിടെ വരുന്ന ഒരാളായിട്ടല്ല ഞാൻ കഥ തുടങ്ങുന്നത്. തന്നെ ഇവർ ഒന്നിച്ച് താമസിക്കുന്നിടത്ത് തന്നെയാണ്. അത് അധികമൊന്നും ജനങ്ങളില്ലാത്ത ഒരു ദ്വീപിൽ അവർ ഒന്നിച്ച് ജോലി ചെയ്യുന്ന അതാണ്. അവർ ഒന്നിച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാരുമാണ്. പക്ഷേ എങ്കിലും അവർ പരസ്പരം ഇങ്ങനെ ആശയ സംഘടനകൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൽ സ്ത്രീ ശാക്തീകരണവും ഗേൾസ് എഡ്യൂക്കേഷനും ആ ഒരു ആശയമാണ് അവർ മെയിൻ അതേപോലെ എടുത്തിരിക്കുന്നു. പിന്നെ ഇങ്ങനെ കുറേ ഇൻസിഡൻസ്, ഈ ക്രിക്കറ്റ് കാണുന്നത്, പൂച്ചയുടെ കുറേ അവസ്ഥകൾ, പിന്നെ പാകിസ്ഥാനി നാട്ടിലേക്ക് അയക്കുന്നത്, പിന്നെന്താ നേരത്തെ ഇവർ അടി കൂടുന്നത്, അങ്ങനെ കുക്ക് ചെയ്യുന്നത് എല്ലാം. അതുപോലെ അവർക്ക് ഇതിൽ നിന്ന് മൊത്തം വായിച്ചിട്ട് കുറേ മാറ്റം വരുത്തി. സംഭാഷണമൊന്നും അങ്ങനെ അതേപോലെ ഒന്നുമില്ല. ഞാൻ കൂടുതലും ഇല്ല, ഞാൻ കേരളമായിട്ട് ഒരു ബന്ധവുമില്ല. എൻ്റെ കേരളമായിട്ടുള്ളൊരു ബന്ധം ഇവരുടെ ഒരു സ്വപ്നത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. അതായത് മലയാളിയെ അന്വേഷിച്ച് ഈ പാകിസ്ഥാനി നാട്ടിലേക്ക് പോകുന്നതും അയാളുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നതും ആയ ഒരു രംഗമാണ് ഒരു സ്വപ്നത്തിൽ കാണുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. വേറെ ഇദ്ദേഹത്തിന് ഫോണുമായിട്ട് മാത്രമേ ഭാര്യയും മക്കളുമായിട്ട് മലയാളികൾക്ക് ബന്ധമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരും, ഫീസിൻ്റെ കാര്യം പറയും മകളുടെ. അപ്പോൾ ഇയാൾ ടെൻഷൻ അടിക്കും. അപ്പോൾ പാകിസ്ഥാനി അയാളെ വിമർശിക്കും, നിങ്ങളെന്തിനാണ് പൈസ കളയുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ അങ്ങനെയാണ് അവർ ആദ്യം തുടങ്ങുന്നത്, അവർ തമ്മിലുള്ള ക്ലാഷ്. പിന്നീട് പാകിസ്ഥാനി എന്തുകൊണ്ട് അവിടെ അങ്ങനെ കുറേ വർഷങ്ങളായി നാട്ടിലേക്ക് പോകാത്ത പാകിസ്ഥാനിയായിരുന്നു എൻ്റേത്. ഇതിലും അങ്ങനെ തന്നെയാണ്, വർഷങ്ങളായിട്ട് പോകാത്ത ആളാണ് ഇയാൾ. അവസാനം എല്ലാവരും കൂടി അദ്ദേഹത്തെ അവിടത്തേക്ക് ഒരു സൂപ്പർവൈസറായിട്ടൊരു ലേഡി വരികയും ആ ലേഡി എന്തിനാണ് നമ്മളെ ഭരിക്കുന്നത്, ഒരു സ്ത്രീ അല്ലല്ലോ നമ്മൾ ഭരിക്കേണ്ടതെന്ന് പറഞ്ഞ് പാകിസ്ഥാനി ഇഷ്യൂ ആക്കുന്നതും. അപ്പോൾ ലേഡിക്ക് പക്ഷേ എന്താണ് ഇയാളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്ന് ലേഡി ആ ഒരു സൂപ്പർവൈസറാണ്
കണ്ടെത്തുന്നത്. പാകിസ്ഥാനിലൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടെത്തുകയാണ് ഇയാൾ എന്താണ് സംഭവം. അതാണ് അതിൻ്റെ ഒരു സസ്പെൻസ് ആ കഥയുടെ. ഇതിൽ അടുത്ത പ്ലാൻ എന്താ? നമ്മൾ ഇതെങ്ങനെ ലീഗലി ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിനകത്ത് വേറെ ഏതെങ്കിലും ഫോറം ഉണ്ടോ? ഈ ഒരു വാക്കുണ്ടല്ലോ, അതായത് മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള ആ വാക്ക് എവിടെയെങ്കിലും നിങ്ങൾ ഇല്ല. നമ്മൾ പുതിയ ന്യൂ ജനറേഷൻ്റെ സിനിമയെ പോലെ അല്ല അത്. നമ്മളത് 2 ക്യാരക്ടറും ഒരു അറൗണ്ട് 55 ഒക്കെ ഏജിലേക്കാണ് തീരുന്നത് അവസാനം. ഇതിൽ നിവിൻ പോളി വളരെ ചെറുപ്പമാണ്. അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ. ഇതിന് എന്തെങ്കിലും കോമ്പൻസേഷൻ ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ പരാതി കൊടുക്കാനായിട്ട് ഫോറം ഇല്ല. നമ്മൾ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഒരു സങ്കടം എല്ലാവരെയും ഒന്ന് ബോധിപ്പിക്കണം. പിന്നെ അവർ പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ അതിൻ്റെ തിരക്കഥാകൃത്ത് ഈ ഒരു ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പേരടക്കം പൊക്കിപ്പിടിച്ച് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് അത് തന്നെയാണ്, അതിൽ നിന്ന് എടുത്തതാണെന്ന് അപ്പോഴാണ് ബോധ്യമായത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധാരണ ഇപ്പോൾ ഒരു ടൈറ്റിലാണെങ്കിൽ നമുക്ക് ഊഹിക്കാം, ആർക്കും ഒരുപോലെ ചിന്തിക്കാം. ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത് അന്ന് ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്താണെന്ന് തോന്നുന്നു വല്ലാതെ നിറഞ്ഞു നിന്നിരിക്കുന്ന ഒരു പുസ്തകമാണ് പൗലോ കൊയ്ലോയുടെ. അപ്പോൾ അതിൻ്റെ ഒരു ആശയവും നമ്മുടെ ഒരു വിഷയത്തിൻ്റെ ആശയവും ഏതാണ്ട് ഒരു സപ്ത ഒന്നായതുകൊണ്ട് ഒരു വർക്കിംഗ് ടൈറ്റിലായിട്ടാണ് ഞങ്ങൾ ഇട്ടതെന്ന്. പിന്നീട് ആ ടൈറ്റിലല്ല ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഈ സിനിമയ്ക്കെതിരെ മറ്റൊരു വിവാദം കേരളത്തിൽ നടക്കുന്നുണ്ടോ? ഇതേപോലെ തന്നെ അതാണ് പ്രൊഡ്യൂസർ മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ഓൺലൈൻ മാധ്യമങ്ങൾ അനാവശ്യമായി ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾക്കും പരസ്യം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചില മീഡിയാസിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അവരാണ് ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ടു ബി ഓണസ്റ്റ് 2021 മിഡ് ടൈം ഈ മൂവീൻ്റെ 2-3 പ്രൊഡ്യൂസേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തപ്പം അന്നും എൻ്റെ അടുത്ത് പറഞ്ഞ സെയിം വേർഡ് തന്നെയാണ്, ഇൻഡോ പാക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു മൂവി ജോഷി സാറ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവി ജയസൂര്യനെ വെച്ച് കാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പോസ്റ്ററും റിലീസ് ചെയ്തിരുന്നു. യെസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം ഞാൻ വിളിച്ച് ചോദിച്ചു നോക്കി, സംഭവം ഈ ഇൻഡോ പാക്കിൻ്റെ ഒരു ഓൺലൈൻ പറയാമോ? അപ്പോൾ അന്ന് ആ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒരു പാകിസ്ഥാനി മലയാളി ഒരുമിച്ച് നിൽക്കുന്നു, അതിൽ നടക്കുന്ന നർമ്മസമേതമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അന്ന് തന്നെ ഞാൻ സാദിഖിൻ്റെ അടുത്ത് അത് പറഞ്ഞു. സാദിഖ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു സിമിലർ സബ്ജക്റ്റിന്, അതും ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ടീമുകളാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പം ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഫസ്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്താലോ എന്നുള്ള ഒരു ആശയം ഞാൻ സാധിക്കായിട്ട് അന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കുറേ മാറി അത് ഒരു ആക്ഷൻ സംതിങ് വേറൊരു ഓറിയൻറ്റഡ് ആക്കി സാധിക്കാതെ അതിന് കുറേയും കൂടി അതിനകത്ത് വർക്കൗട്ട് ചെയ്ത് ഏകദേശം എഗെയിൻ ഒരു 1 ഇയർ കൂടി അതിന് കൂടുതൽ അതിനകത്തൊക്കെ എഴുതി അതിനെ മാറ്റി ഇതാക്കി വേറൊരു ഡയറക്ടറിനെ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനുശേഷം ഞാൻ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഞാൻ എന്തായാലും ഈ ഒരു സ്ഥാനത്തിൽ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഓൾറെഡി അനൗൺസ് ചെയ്ത ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് മുമ്പോട്ട് പോകുന്നില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഡയറക്ടറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത് തന്നെ പറഞ്ഞു. ഓൾറെഡി അന്ന് മുതലുണ്ട്, 2021 മുതലേ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ ഈ സ്പ്രെഡിങ് ഹിയർ. അതായത് ഇവർ മറ്റുള്ളവരെ ആരോപണം ഉന്നയിക്കുന്ന ആ ഡേറ്റിനേക്കാളൊക്കെ വളരെ മുമ്പേ ഞാൻ ഇദ്ദേഹമായിട്ട് ചാറ്റ് ചെയ്തിരുന്ന വിഷയം എന്ന് പറയുന്നതിൻ്റെ പ്രൂഫാണിത്. വാട്സപ്പിലെല്ലാം ഉണ്ട് ഭാഗ്യത്തിൽ. 2020 മുതൽ 20 ഡിസംബറിലാണ് ഞാനും നിസാമും ആദ്യമായിട്ട് ഞാനിങ്ങനെ ഒരു നിസാമിനോട് കാര്യം പറയുന്നതും നിസാമിനത് ഇഷ്ടാവുന്നതും നീ എന്നാൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് എഴുതിക്കൂടെ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ പോകുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് നവംബർ 21 നവംബറിലാണ്. ഫുൾ സ്ക്രിപ്റ്റ് ഇത് ഫസ്റ്റ് ഡ്രാഫ്റ്റാണ്. നിസാമിന് കൊടുത്തത് ഇതായിരുന്നു ആദ്യം. ഇത് വെച്ചിട്ട് കുറേ പോയതിന് ശേഷമാണ് നിസാമിന് തിരക്ക് കാരണം ഞാനിപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. സിമിലർ അല്ല. ഇപ്പോൾ ഒരു യാദൃച്ഛികത എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ടൈറ്റിൽ സോങ് മലാല എന്ന് പറയുന്ന സനീഷിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അജയ് ഗോപാലിൻ്റെ കയ്യിലൊരു പാട്ടുണ്ടായിരുന്നു മലാല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ടൈറ്റിൽ സോങ് ആയിട്ട് ഇതിന് പറ്റിയതാണ്, ഒരു സ്ത്രീ എഡ്യൂക്കേഷൻ ആണല്ലോ, ശാക്തീകരണമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആലോചിച്ചിരുന്നു. ഇതിൽ ഏതാണ്ട് മലാലയെ പോലുള്ള ഒരു പെൺകുട്ടി ആണ് ഈ പാകിസ്ഥാനിയുടെ മകളായിട്ട് അവൾ UN പ്രസംഗിക്കുന്നിടത്താണ് ആ സിനിമ തീരുന്നത്. അങ്ങനെ ഒരു സിമിലാരിറ്റിയാണ്. പിന്നെ ഇയാൾ നാട്ടിൽ പോകുന്നു, ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നു,
നമ്മുടേതാണെങ്കിൽ ഇയാളുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ അയാളുടെ മകൾ പഠിച്ച് ദുബായിലൊരു ജോലി ചെയ്യുന്നു. അവിടെ നിന്ന് അവസാനം ഈ പാകിസ്ഥാനിയെയും കൊണ്ട് അവൾ ഈ മലയാളിയെ കാണാൻ വേണ്ടി വരികയാണ്. നമ്മുടെ സിനിമ തുടങ്ങുന്നത് ബോർഡറിൽ വെച്ചായിരുന്നു. ഇന്ത്യ പാക് ബോർഡറിൽ ഈ പാകിസ്ഥാനിയും മലയാളിയും തമ്മിൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നിടത്തായിരുന്നു സിനിമ തുടങ്ങുന്നത്. അവിടെ പക്ഷെ അവർക്ക് അന്ന് കണ്ടുമുട്ടാൻ പറ്റുന്നില്ല. അന്ന് ഇന്ത്യ പാക് ഇന്ത്യയിലൊരു മറ്റേ പുലാവ് അത് വന്നു പറയുന്ന ഒരു കാരണത്താൽ, അറ്റാക്ക് വന്നു എന്ന കാരണത്താൽ അത് അവർ ഡ്രോപ്പ് ചെയ്യുന്നതും, പിന്നീട് മകൾ ഇതേ പാകിസ്ഥാനിയെ മലയാളിക്ക് എൻ്റെ അടുത്ത് മകൾ കൊണ്ടുവരികയാണ്. അപ്പോൾ മകൾ സ്വയം പഠിച്ച് ഒരു ജോലി സമ്പാദിച്ചവളാണ്. അങ്ങനെ ഇല്ല എല്ലാം മാറ്റിയിട്ടുണ്ട്. ഞാൻ ബേനസീർ എന്നായിരുന്നു ആ പെൺകുട്ടി പേരിട്ടത്. ഇതിൽ എന്താ പേര് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല, എന്താ പേരാണ്?